19-ാം നൂറ്റാണ്ടിലെ കേരളം. ജന്മിമാരുടെ ആധിപത്യം. പാവപ്പെട്ടവർ പട്ടിണി കിടക്കുന്ന കാലം. ആ ഇരുട്ടിനു നടുവിലാണ് ഒരു പേര് ജനങ്ങളുടെ നാവിൽ തീ പോലെ പടർന്നത്. കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണി ഒരു സാധാരണ കള്ളനായിരുന്നില്ല. അയാൾ ഒരു ധീരനായിരുന്നു. ജന്മിമാരുടെ പത്തായങ്ങളിൽ നിന്ന് സ്വർണവും പണവും കവർന്ന് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്ത ഒരു മനുഷ്യൻ. സമ്പന്നർ അയാളെ ഭയന്നു. പക്ഷേ സാധാരണക്കാർ അയാളെ സ്നേഹിച്ചു. കളരിപ്പയറ്റിൽ അസാമാന്യ വൈദഗ്ധ്യമുണ്ടായിരുന്ന കൊച്ചുണ്ണിയെ പിടികൂടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എത്ര വലിയ പടയാളികൾ വന്നാലും അയാൾ കയ്യിൽ നിന്ന് വഴുതി മാറും. ഇരുട്ടിൽ മിന്നൽ പോലെ പ്രത്യക്ഷപ്പെടും, കാറ്റുപോലെ അപ്രത്യക്ഷനാകും. പക്ഷേ വിധി ക്രൂരമായിരുന്നു. അയാൾ ഏറ്റവും വിശ്വസിച്ച ഒരാൾ തന്നെ അയാളെ ഒറ്റിക്കൊടുത്തു. ശത്രുവിന്റെ വാൾ കൊണ്ടല്ല, സ്വന്തക്കാരന്റെ ചതി കൊണ്ടാണ് കൊച്ചുണ്ണി വീണത്. തിരുവനന്തപുരം ജയിലിൽ അടയ്ക്കപ്പെട്ട അയാൾ പിന്നീട് അവിടെ വെച്ച് മരണമടഞ്ഞു. പക്ഷേ കൊച്ചുണ്ണി മരിച്ചിട്ടില്ല. കേരളത്തിന്റെ നാടോടി കഥകളിൽ, പാട്ടുകളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അയാൾ ഇന്നും ജീവിക്കുന്നു. കാരണം അധികാരത്തിനെതിരെ നിലകൊണ്ട ധൈര്യം ഒരിക്കലും മരിക്കുന്നില്ല. കായംകുളം കൊച്ചുണ്ണി ഒരു കള്ളനല്ല, അയാൾ ഒരു ഐതിഹ്യമാണ്.